അല്ല ദേ അച്ഛൻ വരുന്നു. എന്താണെന്ന് കേശു അച്ഛൻ വന്നടാ. മാമപ്പ വന്ന് കൊറേ നേരം ആയടാ. ആരും പറഞ്ഞില്ലല്ലേ? ഇത് കൊറേ ഉണ്ടല്ലോ അച്ഛാ. എല്ലാം ഉണ്ട്. ലൈറ്റ്, കേക്ക്, വൈന്, സ്റ്റാർ, ക്രിസ്മസ് ഉണ്ടല്ല, ആഴ്ച പൊളിക്കണം. അച്ഛൻ പൊള്ളി അച്ഛാ. വിളിച്ചിട്ട് ഇടാത്തപ്പോ ഞാൻ മേടിച്ച് ബാലിച്ചും പറ്റിച്ചെന്ന്. മക്കളെ ഇതൊക്കെ വാങ്ങണ തിരക്കില്ലേ? ഫോണിലൊക്കെ എവിടെ സമയം? അച്ഛൻ ഇപ്പൊ വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഞങ്ങളങ്ങ് പോയേനെ. ആരോടെ പോയി? എവിടെ പോയനാ? അച്ഛൻ വരാൻ വൈകിയുണ്ട്. അപ്പം പറഞ്ഞു ഫുൾ ചില ഒപ്പം സ്പോൺസർ ചെയ്തോളാം. അപ്പൊ വൈകി വന്നാൽ മതിയായിരുന്നല്ലേ? ഞാൻ വന്നേക്കാം. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇനി ഇതിന്റെ കുറെ ആരൊക്കെ വരുമെന്ന് ആർക്കറിയാം. ആരും വരത്തില്ല. വരാതിരുന്നാ കൊള്ളാം. ചെല്ല് അവന്റെ പുറകെ. നിങ്ങൾ വരുന്നില്ലയോ? ഞാൻ വരുന്നില്ല, നീ വെക്കും. എന്തരാണ് രണ്ടെണ്ണത്തിന്റെ ഉദ്ദേശം? ക്രിസ്മസ് അല്ലേ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നല്ലതാണോ? കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. ഞങ്ങളടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ഒരു ഡ്രസ് ഇട്ടാണ്. അത് നമുക്കറിയാം, അതാ പറയുന്നത്. എന്തൊരു ദുഷ്ടകളാണ്. അച്ഛാ നിങ്ങൾ എല്ലാം എണ്ണം പറഞ്ഞ് അച്ഛനെ ഈ കേക്കും വൈനൊക്കെ മേടിച്ചോണ്ടിരുന്നു പറഞ്ഞ് പറ്റിക്കുന്നു. എന്തിനു പറ്റിച്ചാ? അച്ഛാ ഇവനാണ് പറഞ്ഞത് അച്ഛൻ ഉടായിപ്പാണ് അച്ഛൻ പറ്റിക്കുന്നു, ഞങ്ങളല്ല. ഞാൻ പറഞ്ഞത് അച്ഛൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കും, ഇത്തവണ പറ്റിക്കൂല എന്നാണ്. ഇല്ല ചകരൊന്നും അല്ല അവൻ പറഞ്ഞത്. അവൻ പറഞ്ഞത് അച്ഛൻ പറ്റിക്കുന്നു തന്നെയാ. ദിയാസിനെ പാച്ചും കോലിനെ പോലെ മാച്ചിങ് ആണല്ലോ, ഒരേ ഷർട്ട്. കൊള്ളാവോ? കൊള്ളാം. ഞങ്ങൾ ഒന്നല്ലേ പാലിച്ച? ഒന്നാണേ ഇടക്കിടക്ക് കാണാൻ കൂടെ അടി കൊണ്ടത്. സ്നേഹം ഉള്ളിടത്തല്ലേ പാലിച്ച വഴക്കുള്ളൂ. അച്ഛാ നമുക്കിവിടെ ഡെക്കറേറ്റ് ചെയ്യണ്ടേ? പിന്നെ ഡെക്കറേറ്റ് ചെയ്യണം, കുറച്ച് കഴിയിട്ട് കരോള് വരുമ്പോഴേ ഈ അസോസിയേഷന്റെ ഏറ്റവും നല്ല വീട് നമ്മളായിരിക്കണം അലങ്കരിക്കണേ. ഭാര്യേ ആ ക്രിസ്മസ് ആയിട്ട് ഒന്നും ഇല്ലേടേ? ഉണ്ടണ്ണ, വൈകുന്നേരം കരോള് വരും. അത് അതുപോലെ വരണതല്ലേ? പിന്നെ അത് നിങ്ങൾ അത് കരോള് വരട്ട്, ഒന്ന് അടങ്ങി നിൽക്കി. ഓ അതുവരെ ഞാൻ പിടിച്ചിരിക്കണോടെ. പിടിച്ചിരിക്കി. എന്താ അപ്പൂപ്പ? ഒന്നില്ല വെക്കണേ. അപ്പൊ പോയി ഒരു മരുന്ന് വാങ്ങിക്കാൻ കൊടുത്ത് അത് കിട്ടിയാ ചോദിച്ചത്. അയിട്ടാ കിട്ടുള്ളൂ. അതെ അതെ, ആ മരുന്ന് എന്താണെന്നും മരുന്നിന്റെ കളറൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് അറിയാം കേട്ടോ. അച്ഛാ പടവലത്തെ അപ്പൂപ്പൊള്ളയാണ്, ആവശ്യമില്ലാത്ത അവരോട് ഒന്നും കാണിക്കല്ലേ. ഞാനാണ് എന്നെ നശിപ്പിക്കുന്നത്. നല്ലൊരു ക്രിസ്മസ് കളിക്കല്ല. ഞാൻ നിങ്ങൾക്ക് മരുന്നൊന്നും വാങ്ങിച്ചില്ല. കേക്ക് വാങ്ങിച്ച് അത് കഴിച്ചോ. കേക്ക് മാത്രമേ ഉള്ള വൈനും ഉണ്ടണ്ണ. ഇവിടെ കരോള് വന്ന് പോയിട്ട് ശേഷം നമുക്ക് കേക്കും വൈനൊക്കെ കുടിക്കാം കേട്ടാ. അത്രേ ഉള്ളൂ. ഇവിടെ ഒരു കണ്ണ് വേണം, കുപ്പിയുടെ അടുത്ത് വീങ്ങളെ. ഞങ്ങളുടെ എല്ലാ കണ്ണും അപ്പൂപ്പിനെ ഉണ്ടാക്കി തന്നെ. ഈ വേദം നാട്ടിൽ നിന്നാ മതിയായിരുന്നു. അതാകുമ്പോ തങ്കം ചേച്ചി ക്രിസ്മസ് ആഘോഷിക്കായിരുന്നല്ലേ? അല്ലേ എന്നെക്കാട്ടി ഇത് തന്നെ സുഖം. അവിടെ പോകാൻ ബോധം കാണൂലല്ലോ. അച്ഛ അലങ്കരിക്കാം. അലങ്കരിക്കാം. അലങ്കരിക്കേ എവിടെ പോവാ? എന്താ സാധനം കൊണ്ട് നിൽക്കല്ലേ? അടുത്ത ബലൂണ് അങ്ങനെ നോക്കിടും. ഇതോടെ ഇയാൾ കുപ്പി കുപ്പി എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിട്ടത് ഇപ്പം അടിച്ചുകൊണ്ട് കൂടെ പോക്കത്തരം കാണിച്ചു കഴിഞ്ഞാൽ കുട്ടമ്പള മാമ്പോടെ ഉള്ളു കേട്ടോ, പ്രശ്നമാവും. നിങ്ങൾ ചെയ്യണ്ട, നിങ്ങളൊരു കാര്യം ചെയ്യും. അവിടെ ചെന്ന് ഇവിടെ ബലൂണ് വരയ്ക്കുക, ആ ഷാറ് കെട്ടി നോക്കിയാണ് പോയി ഇവിടെ നിന്ന് തരാന്ന് പറഞ്ഞില്ലേ? ഇയാൾക്ക് എന്തിനാണ് അടിച്ചല്ലേ? അടിച്ചാൽ പോയി നിങ്ങൾ. നേരത്തെ ചോദിക്കാൻ വിട്ടുപോയി. എവിടെ പോയിരുന്നു ആര്? നിങ്ങള് എവിടെ പോയിരുന്നു? നിങ്ങൾ എവിടെ പോയിരുന്നു നേരത്തെ? ഞാൻ നാട് വിട്ട്. നാട് ഇവിടെ അല്ല പതിവ്. കാശൊക്കെ കുറെ വാരി ഇറങ്ങിട്ടുണ്ടല്ലോ. ആരെ പറ്റിച്ച്? പാടി കുട്ടമ്പള നമ്മളെ എന്തോന്ന് രണ്ടുപേരും കൂടെ തോണ്ടി കളിക്കണത്? അങ്ങനെ കുറെ സംശയം ചോദിക്കണം, ക്രിസ്മസിനെ പറ്റിയുള്ള സംശയം ചോദിക്കണം. സംശയം തീർന്നാ? ഇപ്രാവശ്യം 26-ന് 27-ന് ക്രിസ്മസ്, 25-ല്ലേ ചോദിക്കണം. 30-ന് ക്രിസ്മസ്. ജോലി അങ്ങോട്ട് തരാന്ന് എന്തോന്ന് ശങ്കരണ്ണ? എല്ലിയണ്ണ ഇതൊക്കെ എങ്ങനെയുണ്ട്? സംഭവം കൊള്ളാം, അതാണ് എന്റെ പേടി. നീ പേടിക്കണ്ടേ, ഇതിനെ ചൊല്ലി ആരും വരില്ല ഇവിടെ. ഇതെന്റെ അധ്വാനത്തിന്റെ ഫലമാണ്. അതെ, ഇപ്പൊ ഞാൻ അധ്വാനിച്ചത് ക്രിസ്മസ് കഴിയുമ്പോൾ ന്യൂ ഇയർ ആകുമ്പോഴും അതിന്റെ ഡബിൾ കിട്ടും. എന്തോ വരുമെന്ന് എനിക്ക് മനസ്സിലായി. എന്തുടായ്പാണ്? ഉടായ്പ ഉടായ്പ തോന്നിയിരിക്കുന്നു. ആ ഇരിപ്പ് കണ്ട
എന്തൊരു പ്രൗഢിയാ നോക്കണേ, ആ തേജസ് കണ്ട. നമ്മളെ നാട്ടിൽ ഇങ്ങനെ ജോലി ചെയ്തിരിക്കുന്ന പ്രൗഢിയെന്നല്ല മടിയെന്നാണ് പറയുന്നത്. എന്റെ അച്ഛൻ ജോലി ചെയ്താൽ വെറുതെ ഇരിക്കണത്. രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ കിടക്കുന്നിടം വരെ ആ പറമ്പിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മനുഷ്യനെയാണ് ഈ പറയണത്. ഓർമ്മ വേണോ അത്? അത് പറമ്പിലാണ് കിടക്കുന്നത്, വീട്ടിൽ കയറില്ല. എൻ്റെ അമ്മയെ പഠിച്ച് വീട്ടിൽ കയറില്ല. എടി എന്തിനു കിടന്ന് കളിക്കുന്നത്? 2 മണിക്കാരം തോന്നുന്നു അവിടെ. അല്ലാതെ തോന്നുന്നു ഇന്ന് പോയായിരുന്നു. ബാലുവേ, അച്ഛന് വിളിക്കേ അലങ്കരിക്കാനായിട്ട്. അവരോട് വരട്ടടി. ആര്? അല്ല, മാമനെ അലങ്കരിക്കാൻ വിളിക്കാൻ വേണ്ടിയിട്ട് ആന അമ്പരി തലപ്പൊലി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അവരോട് വരട്ടെ. ആവശ്യമില്ല അച്ഛൻ. അല്ല എന്താ ഇല്ലേച്ചാ ഇല്ല ഒന്നുമില്ല. എന്നത് അല്ല, മാമനെ കൂടെ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി പറയായിരുന്നു. അതൊന്നും വേണ്ട, നീയും പിള്ളേരും കൂടെ ഒക്കെ ചെയ്തോണ്ടാ മതി. ഓ ആ എന്താ ആടിയാണ് ഇരിക്കണത്? എന്താടാ ശങ്കരൻ നിന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്? ഒന്നുമില്ല അമ്മ, വെറുതെ. ഈ പ്രായമൊക്കെ കഴിഞ്ഞ് വന്നവനാടാ ബാലാ ഞാനും. മാമൻ പറഞ്ഞേട്ടാ, ഈ പ്രായത്തിൽ നല്ല അടിയായിരുന്നു. നീ നമ്മളെ ചെവി അടിക്കാതെ എന്റെ കാര്യം നോക്കടാ. എന്താ കുറെ നേരം കൊണ്ട് ക്രിസ്മസ് ആയിട്ട് മദ്യം വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞില്ലു? ശങ്കരേട്ടാ എന്റെ വായിക്കണല്ലോ കേൾക്കണ്ടേട്ടാ. നിങ്ങളൊരു കാര്യം ചെയ്യും, അവിടെ ചെന്ന് ലൈറ്റ് അത് കുറെ എന്തെങ്കിലും സഹായിക്കാൻ നോക്കി. നിങ്ങൾ ഏത് സമയം വെള്ളം വന്ന് വെച്ചിട്ട് എന്നെ അവിടെ നശിപ്പിക്കാൻ വേണ്ടി. ചെല്ലേല് പിള്ളേരൊപ്പം നിൽക്ക് ചെല്ല്. ആ മാലയൊക്കെ അങ്ങനെ കൊടുത്തേ, ഒരു മാല ഇടിപ്പിച്ചു എവിടെയെങ്കിലും കൊണ്ടുവിടും.